ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് SCRT 5ാം ക്ലാസ്സിലെ തന്നെ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ജീവജലം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ബന്ധപ്പെട്ട PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ജലത്തിനെ പറ്റി തന്നെയാണ് നമ്മൾ ടോപ്പിക്കിൽ ഉള്ളത് പോലെ തന്നെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ജലം ആണ് ഇതിലെ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ജലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. മറ്റ് ലായനികളെ വെച്ച് നോക്കുമ്പോൾ, മറ്റ് ലിക്വിഡിനെ വെച്ച് നോക്കുമ്പോൾ ജലത്തിന് എന്തുണ്ട്, ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ജലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, വസ്തുക്കളെ ലയിപ്പിക്കുന്നുണ്ട്, അതേപോലെ ഒഴുകുന്നുണ്ട്, താപം വഹിക്കുന്നുണ്ട്. നിശ്ചിതമായിട്ടുള്ള എന്തില്ല, ഒരു ആകൃതി ജലത്തിനില്ല. അങ്ങനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ജലം ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും എന്ത് വരുന്നത്, ജലത്തിന് വരുന്നത്. അതേപോലെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ജലം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഖരാകുമ്പോൾ എന്തായിരിക്കും, ഐസായിരിക്കും, ജലം ഐസായിരിക്കും. ദ്രാവകമാകുമ്പോൾ അത് ജലം തന്നെ. വാതകമാണെങ്കിൽ എന്തായിരിക്കും, നീരാവിയായിരിക്കും ജലത്തിൻ്റെ വാതക അവസ്ഥ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിൽ ഓർത്തോക്കേണ്ടത് തുരിശിൻ്റെ രാസനാമം ഓർത്തോക്കണം. ഓക്കെ, തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. അത് ജലീയ കോപ്പർ സൾഫേറ്റ്. ജലീയ കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ് നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് നമ്മൾ എഴുതുക, CuSO4 എന്നാണ് എഴുതുക. അതിൻ്റെ ഒപ്പം H2O കൂടി വരും. അതാണ് ജലീയ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുരിശിൻ്റെ രാസനാമം ചോദിച്ചാൽ കോപ്പർ സൾഫേറ്റ് കേട്ടോ, മറന്നു വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് എപ്പോൾ ഒരു പ്രാവശ്യം LGS പോലുള്ള ഏതൊരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത്, ലീനം, അതേപോലെ ലായകം, ലായനി, ഇവ മൂന്ന് എന്താണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്നറിയോ, നമ്മളൊരു പഞ്ചസാര നിങ്ങളൊരു വെള്ളത്തിൽ കലക്കുക. അങ്ങനെ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയാൽ അത് പഞ്ചസാര ലായനിയായി, അല്ലെ, കലക്കി കഴിഞ്ഞതിന് ശേഷം അതെന്തായിട്ട് മാറി, പഞ്ചസാര ലായനിയായിട്ട് മാറി. ഈ പഞ്ചസാര ലായനിയിലെ പഞ്ചസാരയെ വിളിക്കുന്ന പേരാണ് ലീനവും, അതേപോലെ വെള്ളം അതിലെ എന്താണ്, ലായകവും ആണ്. അതായത് ഒരു ലിക്വിഡ്, നമ്മൾ ലിക്വിഡിലേക്ക് എന്തെങ്കിലും ലയിപ്പിക്കുന്നതാണെങ്കിൽ ആ ലിക്വിഡിനെ പറയുന്ന പേരാണ് എന്ത്, ലായകം. ഇതിവിടെ വെള്ളമാണ് ലായകം. ഇനി എന്താണോ നമ്മൾ ഇതിൽ ലയിപ്പിക്കുന്നത് അത് എന്തായിരിക്കും, അത് ലീനമായിരിക്കും. പഞ്ചസാര ലായനിയിൽ ലീനം എന്ന് പറയുന്നത് പഞ്ചസാര തന്നെയാണ്. ഉപ്പ് ലായനി ആണെങ്കിലോ, നമുക്ക് ഉപ്പ് ഒരു വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ആ ഉപ്പ് ലായനി എന്നാണ് പിന്നെ പറയുക അതിന്. ഓക്കെ, ഉപ്പ് ലായനിയിൽ ഉപ്പ് എന്താണ്, ലീനമാണ്. അതേപോലെ വെള്ളം എന്നുള്ളത് ആ സമയത്ത് ലായകമായിരിക്കും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത സോഡ. നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കാറില്ല സോഡ. ഈ സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിള എന്ത് ചെയ്യും, ഇങ്ങനെ മുകളിലേക്ക് വരുന്ന കാണാം. ഈ വാതക കുമിളകളില്ലേ, അതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, അത് ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കുമിളകൾ അത് മുകളിലോട്ട് വന്നിട്ട് പുറത്തേക്ക് പോകുന്നതാണ് എന്തായിട്ട് നിങ്ങൾ കാണുന്നത്, കുമിളകളായിട്ട് കാണുന്നത്. അപ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കുമിളകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സോഡാ വെള്ളത്തിലെ ലീനം എന്ന് പറയുന്നത് ഏതായിരിക്കും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ സോഡാ വെള്ളത്തിൽ വെള്ളമുണ്ട്, വെള്ളത്തിൽ ലീനം ആയിട്ട് ചേർത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മറന്നു വരുന്നത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോഡാ വെള്ളത്തിലെ ലീനം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ്. അതായത് ജലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും. വെള്ളം, പെട്രോള്, മണ്ണെണ്ണ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ജലമാണ് അല്ലെങ്കിൽ വെള്ളമാണ് യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പോൾ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് ജലത്തിന്, അതുകൊണ്ടാണ് നമ്മൾ ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, ജലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ജലം എന്ത് ചെയ്യുന്നുണ്ട്, വിധാനം പാലിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജലം വിധാനം പാലിക്കുക. എന്താണ് വിധാനം? ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിന്റെ ഉയർച്ചയിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ഈ ജലവിധാനം കാരണമാണ്. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്കറിയാം, ഒരു മോട്ടറിൽ, ഒരു ടാങ്കിൽ, അല്ലെങ്കിൽ 2 ടാങ്കുകൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പൈപ്പ് പോയി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതലുള്ള ടാങ്കിൽ നിന്ന് കുറഞ്ഞ ടാങ്കിലേക്ക് എന്ത് ചെയ്യും, വെള്ളം ഒഴുകി പോവല്ലോ. കാരണം ഒരേ നിരപ്പിലാണ് പോയി അത് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ 2 ടാങ്കിലെയും ജലം എന്ത് ചെയ്യുന്നത്, ഒരേ നിരപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു കാര്യമാണ് വിധാനം. അതായത് ജലം ഒരു സ്ഥലത്ത് പൊന്തിയിട്ട് ഒരു സ്ഥലത്ത് താഴ്ത്തി നിൽക്കില്ല. ജലം എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, ഒരേ നിരപ്പിലാണ് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇതൊരു നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് വെച്ചിട്ട് പറയുന്നത്. അതായത് ഈ വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനക്കുമായിട്ട് വൻതോതിൽ എന്ത് ചെയ്യും, വെള്ളം ശേഖരിക്കും. അപ്പോൾ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലത്തിൽ നിന്നാണ് ഈ വെള്ളം ശേഖരിക്കുന്നത്. ആ ഭൂഗർഭ ജലത്തിന്റെ വിധാനം താഴ്ന്നു പോകുന്നതുകൊണ്ട് നമ്മുടെ സമീപത്തുള്ള കിണറുകളിലുള്ള ജലവിധാനമൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അതൊക്കെ താഴ്ന്നു പോകും. അത് എന്ത് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്, ജലം വിധാനം പാലിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം നമ്മൾ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നതെങ്കിൽ അവിടുന്ന് താഴെ നിന്ന് അവർ വെള്ളം എന്താണ് വലിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള ആ ഒരു കിണറിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് താണു പോകും. എന്തുകൊണ്ട്, ജലം വിധാനം പാലിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് ഓർത്തോക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി അടുത്ത പോയിന്റ് ഇതിൽ ചെറിയൊരു മലയാളമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഈ യൂണിറ്റിൻ്റെ മലയാളം എന്നുള്ളത് കാണുന്ന ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം നമുക്ക് മലയാളത്തിൽ ചിലപ്പോൾ ഇത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, കാരണം നിങ്ങളോടിപ്പോൾ ചോദിക്കുവാണ്, ഇപ്പോൾ എന്താണ് ദൂരത്തിൻ്റെ ഏകകം എന്താണെന്ന് ചോദിച്ചാൽ അത് യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് എന്നതിൻ്റെ മലയാളം ഏകകം ആണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ അടുത്ത പോയിന്റാണ്, ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ഏത്, ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഏത്, ലിറ്റർ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ്, ഒരു ലിറ്റർ എന്നുള്ളത് 1000 മില്ലി ലിറ്റർ ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു ചെറിയ പോയിന്റ് ആയിരിക്കും. പക്ഷേ 1000 ഘന സെന്റിമീറ്റർ എന്നുള്ളത് ഒരു ലിറ്ററിന് തുല്യമാണ്. എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, 1000 ഘന സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 1000 ഘന സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അത് എത്രക്ക് തുല്യമാണ്, ഒരു ലിറ്ററിന് തുല്യമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. കാരണം ഇതൊരു മാസിൽ വരും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. മാസിൽ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വ്യാപ്തം കാണുന്ന കേസിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് എല്ലായ്പ്പോഴും ഒരു ലിറ്ററിന് സെയിം ആയിട്ട് വരുന്നത്. ആ പോയിന്റ് നന്നായിട്ട് ഓർത്ത് നോക്കാം. ഇനി അടുത്തത്, ഭൂമിയിൽ ഉപരിതല വിസ്തീർണത്തിന് എന്താണ്, 2/3 ഭാഗവും ജലമാണ്. അതായത് കരയുടെ ഇരട്ടി ഭാഗം എന്താണ്, ജലമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഭൂമിയുടെ ഉപരിതല വിസ്തീർണം എടുക്കുകയാണെങ്കിൽ അതിൽ 2 ഔട്ട് ഓഫ് 3 എന്താണ്, 3/2 ഭാഗവും ജലമാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നോക്കുമ്പോൾ എന്തായിട്ട് കാണുന്നത്, നീല കളറിലൊക്കെ ഭൂമി കാണപ്പെടുന്നത്. ബ്ലൂ പ്ലാനറ്റ് എന്നല്ല ഭൂമി അറിയപ്പെടുന്നത്, ബ്ലൂ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ്, ഭൂമിയുടെ 3/2 ഭാഗവും എന്താണ്, ജലമായതുകൊണ്ടാണ്. പക്ഷേ 2 ഭാഗം ജലമാണെങ്കിലും ശുദ്ധജലം എത്ര മാത്രമേ ഉള്ളൂ, അവൈലബിൾ ആയിട്ടുള്ള ജലത്തിൻ്റെ 3.5% മാത്രമേ ശുദ്ധജലമുള്ളൂ. മറ്റ് ബാക്കി 96.5% ജലം വരുന്നത് എന്താണ്, സമുദ്രജലമാണ്, അല്ലെങ്കിൽ ഉപ്പുവെള്ളമാണ്. അപ്പോൾ ആ പോയിന്റും കൂടി ഓർത്ത് നോക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമുക്ക് അവൈലബിൾ ആയിട്ട്, നമുക്ക് ഭൂമിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ജലത്തിൻ്റെ 96.5% സമുദ്രജലമാണ്, 3.5% മാത്രമേ എന്തുള്ളൂ, ശുദ്ധജലം ഉള്ളൂ. അപ്പോൾ ശുദ്ധജലം കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ്, കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയൊക്കെ എന്താണ്, ശുദ്ധജലം കിട്ടുന്ന സ്രോതസ്സുകളാണ് ഈ പറഞ്ഞതൊക്കെ. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത്. ഇനി അടുത്ത ഇതിൽ വരുന്നത് ജലപരിവർത്തി. അപ്പോൾ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം എന്ത് ചെയ്യും, സൂര്യൻ്റെ ചൂടേറ്റിട്ട് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകും. ആ നീരാവി പിന്നീട് തണുത്തിട്ട് മേഘമായിട്ട് മാറും. ആ മേഘം തണുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഴയായിട്ട് വീണ്ടും അത് ഭൂമിയിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഇതൊരു എന്താണ്, ഒരു ചാക്രികമായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് മേഘമായിട്ട് മാറും, മേഘം വീണ്ടും മഴയായിട്ട് പെയ്യും, ആ വെള്ളം ഭൂമിയിലെത്തിയിട്ട് വീണ്ടും അത് എന്ത് ചെയ്യും, തിരിച്ച് നീരാവിയായിട്ട് പോകും. സോ ഈ ജലം നീരാവിയായിട്ട് പോകുന്നതിനെ എന്താ പറയുക, ബാഷ്പീകരണം എന്നാണ് പറയുക. അതേപോലെ ഈ മേഘം തിരിച്ച് വെള്ളമായിട്ട് മാറുന്നതിനെ സാന്ദ്രീകരണം എന്നാണ് പറയുക. അത് നമുക്ക് വരുന്നുണ്ട്, അത് ഞാൻ കൂടുതലായി ടോപ്പിക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. യെസ്, അടുത്തത് ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ഓക്കെ, ദ്രാവകങ്ങളിൽ ചൂടേറ്റിട്ട് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ഇത്, ബാഷ്പീകരണം. ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അത് ഏതായിരിക്കും ബാഷ്പമായിട്ട് മാറുക, ദ്രാവകങ്ങളായിരിക്കും ബാഷ്പമായിട്ട് മാറും. ഇനി ഈ ദ്രാവകങ്ങൾ വാതകമായിട്ട് മാറിക്കഴിഞ്ഞാൽ വാതകങ്ങൾ എന്ത് ചെയ്യും, തണുക്കുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യും, ദ്രാവകമായിട്ട് തന്നെ മാറും. ആ തിരിച്ച് ദ്രാവകമായിട്ട് മാറുന്നതിനെ വിളിക്കുന്നതാണ് സാന്ദ്രീകരണം എന്ന്. ഓക്കെ, അപ്പോൾ വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ നീരാവി തിരിച്ച് വെള്ളമായിട്ട് മാറുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്, സാന്ദ്രീകരണത്തിന് ഉദാഹരണങ്ങൾപ്പെട്ടതാണ്. ഇനി അടുത്ത ജലസംരക്ഷണ മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ജലസംരക്ഷണ മാർഗങ്ങളിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ മാർഗ്ഗമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ ഒന്നാണ് മഴക്കുഴി. ഓക്കെ, ജലം സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗം മഴക്കുഴി തീർക്കലാണ്. രണ്ടാമത്താണ് കയ്യാല. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കയ്യാല കെട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തതാണ് തട്ടുകളാക്കി ചെരിഞ്ഞ ഭൂമി. തട്ടുകളാക്കിയിട്ട് ചെരിഞ്ഞ ഭൂമിയിൽ എന്ത് പറ്റുമോ,
വെള്ളം അവിടെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. അതും ഒരു ജലസംരക്ഷണത്തിലുള്ള മഴവെള്ളം സംരക്ഷിക്കാനുള്ള ഒരു മെത്തേഡാണ്. തട്ടുകളാക്കിയിട്ട് ചെരിഞ്ഞ ഭൂമി. അതേപോലത്തെ നാലാമത്തെ ഒരു മെത്തേഡാണ് ഇത് തടമെടുക്കൽ. നിങ്ങൾ ഇതിലൊക്കെ എന്ത് തടമെടുക്കുന്നതാണ്? തെങ്ങിനൊക്കെ തടമെടുക്കുന്നത് കാണാറുണ്ടല്ലോ. ആ തെങ്ങിൻ്റെ ഒക്കെ തടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത് ചെയ്യുന്നത്. ഇനി മഴവെള്ള സംഭരണി ഇപ്പോൾ നഗരങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലല്ലെങ്കിൽ ഈ മെത്തേഡുകളിലൊന്നും നടക്കില്ല, നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ മഴവെള്ള സംഭരണിക്ക് വേറെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ ടാങ്കുകളായിട്ടുള്ള ആ മെത്തേഡുകൾ വെക്കേണ്ടി വരും. എനിക്കിവിടെ ചിത്രത്തിൽ കാണാം മഴവെള്ളം കിണറിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ സിൽപോളിൻ വെച്ചിട്ടുള്ള ജലസംഭരണികളൊക്കെ നമുക്ക് നഗരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ജലസംരക്ഷണത്തിൻ്റെ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മഴക്കുഴി, കയ്യാല, അതേപോലെ തട്ടുകളാക്കിയ ചെരിഞ്ഞ ഭൂമി, തടമെടുക്കൽ, മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക് ആക്കുക, അതേപോലെ സിൽപോണിൽ നിന്നുള്ള ജലസംഭരണിയും ഒക്കെ എന്താണ് ജലം സംഭരിക്കാനുള്ള മെത്തേഡുകളിൽ പെട്ടതാണ്. ഇനി അടുത്തത് അടുത്ത കുറച്ച് പോയിന്റ് കൂടി മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ചില ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? വൻതോതിൽ മണ്ണിളകിപ്പോവും. ആ വൻതോതിൽ മണ്ണിളക്കിയിട്ടുള്ള കൃഷി രീതിയും എന്ത് ചെയ്യും? ഈ ഒരു ജലത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നേരിടാനുള്ള ഒരു കാരണമാണ്. അതേപോലെ കുന്നിടിക്കൽ, വനനശീകരണം, ഇവയെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? ഉരുൾപൊട്ടലിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളിൽ പെട്ടത് ഏതൊക്കെയാണ്? അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം, പിന്നെ വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി, കുന്നിടിക്കൽ, വനനശീകരണം, ഇവയൊക്കെ ഉരുൾപൊട്ടലിന് കാരണമാണ്. ഇനി ഈ ഉരുൾപൊട്ടലിൻ്റെ അതേപോലെ തന്നെ കടൽ ഭിത്തികൾ കിട്ടിയിട്ടും കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? കടലാക്രമണം നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ കടലാക്രമണം നമ്മൾ സ്ഥിരം പേപ്പറിലൊക്കെ ഇടയ്ക്ക് കാണുന്നതാണ്, കടലാക്രമണം രൂക്ഷമായി നോക്കുക. അപ്പോൾ ഈ കടലാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡുകളാണ് ഇത്. കടൽ ഭിത്തി കെട്ടുക, അതേപോലെ തന്നെ അവിടെ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ 2 മെത്തേഡ് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അടുത്ത വേറെ 3ാമത്തെ ചാപ്റ്റർ മാനത്തെ നീർക്കാഴ്ചകളാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്ക് എടുക്കാം.